മുൻകാല സിനിമകളും പുസ്തകങ്ങളും പറഞ്ഞുവെച്ച മലയാളികളുടെ ഗ്രഹാതുരതയുടെ കൂടി ഭാഗമായ കള്ളുഷാപ്പിലേക്ക് പോയ അതേ പ്രതീതി നിങ്ങൾക്കും കിട്ടുന്നില്ലേ? അത്രയും മനോഹരവും സൂക്ഷ്മവുമായാണ് ഉമേഷ് ഈ കലാസൃഷ്ടി അണിയിച്ചൊരുക്കിയത്. തൻ്റെ ശാരീരികമായ പരിമിതികളെപ്പോലും വകഞ്ഞുമാറ്റിയാണ് ഈ കലാകാരൻ്റെ യാത്ര. അതിനിടയിൽ കയ്യിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം പുനർജന്മമെടുത്ത് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാവും. നശിച്ചുകൊണ്ടിരിക്കുന്ന പഴമ, ആ പഴമയുടെ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്തത്. വാഹനങ്ങളെ മിനിയേച്ചർ ഇപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാനിത് ഒരു പുതുമയാണ് ചെയ്തത്. ഈ മിനിയേച്ചറിന് ഉപയോഗിച്ചത് ഫോം ബോർഡ്, തെർമോക്കോള്, കളിമണ്ണ്, ഈ സാധനങ്ങളെല്ലാം. പിന്നെ വേസ്റ്റായി വരുന്ന ചില ഗമ്മിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ. മേൽക്കൂര ഓല, ഒറിജിനൽ ഓലയാണ്. സൂക്ഷ്മതയും കലാബോധവും തന്നെയാണ് ഈ കലാകാരൻ്റെ കൈമുതൽ. ഇനിയും കൂടുതൽ കൂടുതൽ കലാരൂപങ്ങളും മിനിയേച്ചർ രൂപങ്ങളും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കലാകാരൻ. തൻ്റെ കഴിവുകൾ പുതുതലമുറകൾക്ക് പകർന്നു നൽകാനും ഉമേഷ് സമയം കണ്ടെത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. വളരെ ചെറിയൊരു രൂപമാണ്, പക്ഷെ അതിങ്ങനെ അതിനകത്തെ ദൃശ്യങ്ങൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി പോകുന്നത് പോലെ അല്ലേ? അത്രയും പെർഫെക്ഷൻ ഉണ്ട്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഇതുപോലുള്ള കള്ളുഷാപ്പുകൾ ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഇതുപോലുള്ള കള്ളുഷാപ്പുകൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് പഴമ. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു മിനിയേച്ചർ രൂപം ചെയ്തത്. സാരംഗ് പറയൂ കൂടുതൽ വിശേഷങ്ങൾ. ഞങ്ങളുടെയൊക്കെ തലമുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കള്ളുഷാപ്പുകൾ നമ്മൾക്കിപ്പോഴും യഥേഷ്ടം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. പലതും എന്താ പറയുക, ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി. ആ ഒരു കള്ളുഷാപ്പ് എന്നുള്ള പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന, അല്ലെങ്കിൽ പണ്ട് സിനിമകളിലും നാടകങ്ങളിലും അതുപോലെ പുസ്തകങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്ന, അല്ലെങ്കിൽ ചിത്രകഥകളിൽ പോലും കണ്ടിരുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് പൂർണ്ണമായി മാറി റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ 80കളിലും 90കളുടെ ആദ്യ പാദത്തിലൊക്കെ എങ്ങനെയായിരുന്നു കള്ളുഷാപ്പുകൾ ഉണ്ടായിരുന്നത്, അതുപോലെ ഷാപ്പിലിരുന്ന് പാട്ട് പാടുന്ന ആളുകൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു മലയാളികൾ ബഹുഭൂരിപക്ഷത്തിൻ്റെയും വല്ലാത്തൊരു ഗ്രഹാതുരതയായിരിക്കും. അതിലേക്കൊക്കെ തന്നെ നമ്മൾക്കൊരു റീവിസിറ്റ്, ഒരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഉമേഷേട്ടൻ ഈ രീതിയിലൊരു കലാസൃഷ്ടി ചെയ്തിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഉള്ളിലൂടെ ഒരു പ്രത്യേക ഒരു വശത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രതീതി കൃത്യമായിട്ട് കിട്ടും. അവിടെ തന്നെ ഭക്ഷണം വിളമ്പിയത് നമ്മൾക്ക് കാണാം, ഗ്ലാസ്സുകൾ കാണാം, അതുപോലെ തന്നെ മൺകുടങ്ങൾ കാണാം, അകത്തടുപ്പും അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ കാണാം. ഏറ്റവും മൈന്യൂട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്ന വെട്ടുകല്ലിൻ്റെ കഷ്ണങ്ങൾ പോലും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അത്രയും രസകരമായിട്ട്. അതോടൊപ്പം തന്നെ പഴയ സിനിമാ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ കടം പറയരുത് എന്ന് എഴുതി വെച്ചിട്ടുള്ള എഴുത്ത്, അതുപോലെ തന്നെ വിലവിവര പട്ടിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ തലമുറ കാണാത്ത, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത പഴമയുടെ അടയാളങ്ങൾ ഇതുപോലെ തന്നെ പുനരാവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് ഉമേഷേട്ടന്. പുള്ളിക്ക് ഈ ചെറിയ രീതിയിൽ ശാരീരികമായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പുള്ളി അവഗണിച്ചുകൊണ്ട് കൂടുതൽ പുള്ളിയുടെ കയ്യിൽ എന്ത് കിട്ടുന്നോ അതിനൊരു കലാരൂപമാക്കി മാറ്റണമെന്നുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു കരുത്തുള്ള മനുഷ്യനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രകൾക്ക് ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇങ്ങനെയുള്ള മിനിയേച്ചർ രീതികൾ, മിനിയേച്ചർ ശില്പ സംവിധാനമൊക്കെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.